നന്മയുടെ ഒരു നല്ല സുപ്രഭാതം ഏവർക്കും നേരുന്നു. താങ്കളെ വിമർശിക്കുന്നവരുടെ മുമ്പിൽ ചെവി കൊടുക്കാൻ നിൽക്കരുത്. വെറുതെ കണ്ണടച്ച് പൊക്കൊള്ളുക. ഒന്നിനും തിരിഞ്ഞ് ഉത്തരം കൊടുക്കരുത്. പുറകിൽ നിന്ന് വിളിക്കുന്നതിനെ തിരിഞ്ഞു നോക്കാൻ നിങ്ങൾ ഒരിക്കലും പരിശ്രമിക്കരുത്. നേരെ നടന്നാൽ നേരെ പൊക്കൊള്ളുക. നമ്മുടെ മനസാക്ഷിക്കും സമൂഹത്തിൻ്റെ നന്മയ്ക്കും നല്ലതാണ് എന്ന് തോന്നുന്ന കാര്യം നിങ്ങൾ ചെയ്തുവെങ്കിൽ അതിനെ വിമർശിക്കുന്നവരെ ചെവിയടച്ച് മുമ്പോട്ടങ്ങ് പൊക്കോളുക. വിമർശനത്തിന് ഉടനെ മറുപടി കൊടുത്താൽ വിമർശിക്കുന്നവനും വിമർശനം കേൾക്കുന്നവനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. അതുകൊണ്ട് കേട്ടില്ല എന്ന് നടിച്ച് മുന്നോട്ട് പോകുന്നതാണ് നല്ല മനസ്സിൻ്റെ, ശക്തിയുള്ള മനസ്സിൻ്റെ ധർമ്മം. ഒരിക്കലേ കുറച്ച് തവളകൾ ഒരു മല കയറാൻ പരിശ്രമിച്ചു. ഇപ്പോൾ മല കയറാനോട് തീരുമാനിച്ചു. അങ്ങനെ ഒരു ദിവസം നിശ്ചയിച്ച് എല്ലാവരും ഇങ്ങനെ മല ചാടി കയറുക. ഏതാണ്ട് കാൽഭാഗം എത്തിയപ്പോൾ ഒരു പക്ഷി ചിറകടിച്ചു എന്ന് പറഞ്ഞു, പോകരുത്, മുന്നോട്ട് പോകരുത്, ഭയങ്കര അപകടമാണ്, മലമുകളിൽ വലിയ വിഷയമാണ്. അപ്പം മിക്കവാറുമുള്ള എല്ലാ തവളകളും പേടിച്ച് താഴോട്ട് പോകുന്നു. അതെല്ലാം താഴെ ചാടിപ്പോകും. എന്നാൽ ഒരു തവള മേപ്പോട്ട് ചാടി കയറി ഏറ്റവും മുകളിൽ ചെന്നു. എന്നിട്ട് തിരിച്ച് വളരെ സന്തോഷത്തോടെ താഴെ വന്നു. ഇങ്ങനെ താഴെ വന്ന് തവളയിലെടുക്കെ എല്ലാവരും ഒരുമിച്ച് കൂടി. അപ്പോൾ ഇവരൊരുമിച്ച് കൂടുന്നത് എന്തിനാണെന്ന് തവളയ്ക്ക് മനസ്സിലായില്ല. എന്നാൽ അവൻ വിചാരിച്ചു ഈ പക്ഷി ചിറകടിക്കുന്നത് എൻ്റെ ചാട്ടം കണ്ടിട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് ചിന്തിച്ച് അവൻ ചാടി മുകളിൽ പോയി താഴെ തിരികെ വന്നു. എന്താ പറ്റിയെന്നറിയോ? ഈ തവളയ്ക്ക് മാത്രം ചെവി കേട്ടുകൂടായിരുന്നു. അവന് ചെവി കേൾക്കാഞ്ഞതുകൊണ്ട് മുകളിൽ അപകടമാണെന്നുള്ളത് അവൻ കേട്ടില്ല. അതുകൊണ്ട് വിമർശനങ്ങളൊക്കെ വരും, കേട്ടില്ല എന്നടിച്ച് മുന്നോട്ട് പോവുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പാറ പോലെ ഉറച്ചു നിൽക്കാൻ സാധിക്കും. വിമർശിക്കുന്നവൻ വിമർശിക്കട്ടെ, പറയുന്നവൻ പറയട്ടെ. നമുക്ക് പുഞ്ചിരിച്ചുകൊണ്ട് പോകാൻ സാധിച്ചെങ്കിൽ അവൻ്റെ മനസ്സേ നേറുകയുള്ളൂ. ആവശ്യമില്ലാത്തടത്ത് പ്രതികരിക്കാതിരുന്നാൽ പറയുന്നവൻ വല്ലാതെ വിഷമിക്കും. ജോൺസൺ കരൂർ.